ദിയ കൃഷ്ണയ്ക്കും കുടുംബത്തിനെതിരായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി വന്നു അടപടലം 3G ആയ 3 പെരിങ്കള്ളികളുടെ കഥ നമ്മളെല്ലാവരും തന്നെ കണ്ട് കേട്ട് കഴിഞ്ഞു. ഇനി ആ 3 എണ്ണത്തിന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോവുക, ഈ വല്ല പുതിയ കഥയായിട്ട് 3 എണ്ണം കൂടെ വീണ്ടും അവതരിക്കുമോ, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ദിയ കൃഷ്ണയും ഫാമിലിയും അവരുടെ വീണ്ടും ഉള്ള പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 100% അവരുടെ ഭാഗത്ത് തന്നെയാണ് ഈ വിഷയത്തിൽ ന്യായം. എങ്കിൽ തന്നെയും ഈ കൃഷ്ണകുമാറിൻ്റെയും ഫാമിലിയുടെയും രാഷ്ട്രീയമൊക്കെ നോക്കിയിട്ട് ചില ആൾക്കാർ അവരെ വീണ്ടും കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ആ 3 അലവലാദികളെ ന്യായീകരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ആ 3 പെരുങ്കള്ളികളെ അല്ലെങ്കിൽ ഭൂലോക ഉടായ്പകളെ എത്ര ന്യായീകരിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ഒരു ഗുണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. കാരണം ജന്മനാ കള്ളികളായ അല്ലാന്നുണ്ടെങ്കിൽ ഭൂലോക ഉടായ്പകളായ ആ 3 എണ്ണത്തിനെ എത്രയൊക്കെ ന്യായീകരിച്ച് മെഴുക്കിയെന്ന് പറഞ്ഞാലും ഒരു ഗുണവുമില്ല. ഇനി ഇവളുമാരുടെ കള്ളത്തരത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ കണ്ടു. കൂട്ടത്തിൽ ഒരുത്തി ഇവളുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ഇത്രയും ക്യാഷ് വരുന്നത്, അതിന് അവൾ തന്നെ പറഞ്ഞ ഒരു ഗംഭീര മറുപടി ഉണ്ട്. ആ മറുപടി ഞാൻ ഏറ്റവും ആദ്യം ഒന്ന് പ്ലേസ് ചെയ്യാം കേട്ടോ. എൻ്റെ ചേട്ടൻ എന്തിനാ നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചു തരുന്നത്? എൻ്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്തിൽ ചിലപ്പം 1 ലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. കൂടുതൽ ക്യാഷ് കിട്ടുന്നതനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ 2 ലക്ഷം. അക്കൗണ്ടിലേക്ക് പണം വരുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. അതെ അതെ അതെ, നിന്റെ അടുത്ത് സെക്സ് റാക്കറ്റിലുള്ള ആളാണെന്ന് ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ, ആ ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നിനക്ക് ഈ ദിയയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവളുടെ സാലറി എന്തോ 15,000 രൂപയും കണ്ടാണ്. പക്ഷേ ഇവളുടെ കെട്ടിയോൻ മിടുക്കനാണ്. അവിടെ ദുബായിൽ അങ്ങ് ഷേഖിൻ്റെ അണ്ടറിൽ. എന്താണ് നിന്റെ ഭർത്താവിൻ്റെ ജോലി എന്താ? ചില മാസം ഭർത്താവ് ഇവളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം അയക്കും, ചില മാസം 1.5 ലക്ഷം അയക്കും, ചില മാസം അത് 2 ലക്ഷം വരെ പോകും. എന്താണ് നിന്റെ ഭർത്താവ് അവിടെ ഇങ്ങനെ മാസം ശമ്പളം ഇങ്ങനെ മാറ്റിയാണോ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ ചില സിനിമയിലൊക്കെ പറയുന്നത് എന്താ നിന്റെ ഭർത്താവിൻ്റെ പണി എന്താ? അവിടെ ഒട്ടകത്തിൻ്റെ പാല് കറക്കല. അതായത് പാല് കൂടുതൽ കിട്ടുന്നതനുസരിച്ച് കൂടുതൽ പാല് കറന്നാൽ 1 ലക്ഷം രൂപ, കുറച്ചുകൂടെ പാല് കറന്നാൽ 1.5 ലക്ഷം, കുറച്ചുകൂടെ പാല് കറന്നാൽ 2 ലക്ഷം. അങ്ങനെ പാല് കറക്കുന്നതിനനുസരിച്ച് നിന്റെ കെട്ടിയവന് മാസം കൂടുതൽ കാശ് അറബി അങ്ങോട്ട് കൊടുക്കും. ഒന്നെങ്കിൽ ഇവളുടെ കെട്ടിയവൻ ദുബായിലാണെന്നുണ്ടെങ്കിൽ ആ അറബിയെ നന്നായിട്ട് പറ്റിക്കുന്നുണ്ട്. ഭാര്യ ഇവിടെ നാട്ടുകാരെ പറ്റിക്കുന്നു, ഭർത്താവ് അവിടെ പോയിട്ട് മറ്റേ അറബിയെ പറ്റിക്കുന്നു. ഇവിടെ എന്താണ് ഇത്? അപ്പോൾ ഈ 1.5 ലക്ഷവും 1 ലക്ഷവും നിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുക. അയാളുടെ ചിലവെല്ലാം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അയാൾ അവിടെ ചിലപ്പോൾ വായു ഭക്ഷിച്ചായിരിക്കും കിടക്കുക, മരുഭൂമിയിലെ മണ്ണും വാരി തിന്ന് ഒട്ടകത്തിന് അണ്ടറിൽ പോയിട്ട് പാലും കുടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഭർത്താവ് അവിടെ ജീവിക്കുകയാണ്. പ്രത്യേകിച്ച് അതിന് ക്യാഷ് ആവത്തില്ലായിരിക്കാം. അപ്പോൾ 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ അക്കൗണ്ടിൽ വരുന്ന ഈ പണക്കാരി നാട്ടിൽ 15,000 ജോലി ചെയ്യുന്നു. ചെയ്തോ, കുഴപ്പമില്ല. കാരണം 15,000 രൂപ ഭാര്യയും ജോലി ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാവുന്ന കള്ളത്തരമായിട്ട്, അല്ലെങ്കിൽ ഒട്ടും നിന്നെപ്പോലെ തന്നെ പെരുങ്കള്ളികളായിട്ടുള്ള ഒട്ടും ബോധമില്ലാത്ത ആൾക്കാരടുത്ത് പറയണം. സാധാരണ മലയാളികൾ നിന്റെ ഉടായ്പ വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? നിന്നെ ആരായി സ്ക്രിപ്റ്റ് പഠിപ്പിച്ചു തന്നെ? ഭർത്താവ് 1 ലക്ഷം 1.5 ലക്ഷം, ചില മാസങ്ങൾ അത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണെന്ന് തോന്നുന്നു, ചില മാസങ്ങളിൽ അത് 2 ലക്ഷം വരെയൊക്കെ പോകും. ഒന്ന് പോടി അവിടുന്ന്, നിന്റെ ഈ ഉടായ്പൊക്കെ കൈയിരിക്കട്ടെ. ഈ 3 എണ്ണത്തിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു തരി പോലും സഹതാപം ഇല്ലെന്ന് മാത്രമല്ല, എനിക്ക് ഈ 3 എണ്ണത്തിനെ സത്യം പറഞ്ഞാൽ എത്ര രൂപയാണോ മൂട്ടിച്ചത്, ഓക്കെ, അത് ഒരു നയാ പൈസ വിടാതെ ഇവളുമാരുടെ നിന്ന് തിരിച്ചു വാങ്ങിക്കണം. അമ്മാതിരി ചൊറിച്ചിലാണ് ഇത് 3 എണ്ണം കൂടെ വന്ന് കാണിച്ചത്. കാരണം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടേ അവിടുന്ന് കാശും കൊണ്ട് പോയിട്ട് അവർക്കെതിരെ തന്നെ കൊണ്ട കേസ് കൊടുത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ജാതിക്കാട് ഇറക്കി അവളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു, ഇതെല്ലാം വന്ന് പറയുമ്പോൾ നിന്നെയൊക്കെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നിനക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടേണ്ടത് ഈ നാടിൻ്റെ കൂടെ ആവശ്യമാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിന്നെപ്പോലുള്ള ഒരുപാട് ഉടായ്പകൾ ഇനിയും നാളെ ഇവിടെ ഉണ്ടാവും. ബാക്കിയോടെ കേൾക്കാം. ചില മാലകളൊക്കെ കാണുമ്പോഴല്ല ഇത് ഏതെങ്കിലും കാട്ടുജാതിയൊക്കെ ഇട്ടോളും അങ്ങനെ പറയും. ഞാനൊരു SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. എനിക്കത് പലപ്പോഴും ഞാൻ എനിക്കത് വിഷമാവുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കാറ് കയറ്റുകൊണ്ട് നീ മുക്കൂത്തിയാണോ, അവൻ മുക്കുവനാണോ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. ഏത് ഹിന്ദു? എന്തോ ഒരു വാക്ക് പറഞ്ഞു, വാണാനോ, എനിക്കത് മനസ്സിലായില്ല. അങ്ങനെ ചോദിച്ചു. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അങ്ങനെ അവർ നന്നായിട്ട് സംസാരിച്ച്. കൃഷ്ണകുമാറിൻ്റെ വൈഫ് നല്ല മോശമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത്. അതെ, ഇവളുടെ ആക്ടിങ് കണ്ടിട്ടേ തൊട്ടടുത്ത് നിന്ന് ആ ഡ്രാമ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, മെയിൻ ലീഡ്, അവള് തന്നെ ചിരിച്ചങ്ങോട്ട് മാറിപ്പോകുന്ന നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇവക്ക് അറിയില്ല, പാവം. ഇപ്പം അതായത് ഈ കേസ് കൊടുക്കുന്നതിന് രാവിലെയാണല്ലോ ഇവള് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നുളഞ്ഞിറങ്ങി വന്നത്. കാരണം മണ്ണാനെന്ന് പറയുന്ന അറിയത്തില്ല, ഞാൻ ഹിന്ദു ആണ്, ഞാൻ SC/ST ആണ്, അയ്യോ പാവം. ഇതാ പറയുന്നത്. ഇങ്ങനെ കുറെ വാണാലുകളുണ്ട് കേട്ടോ നമ്മുടെ സമൂഹത്തിൽ. അതായത് ഈ അനാവശ്യമായിട്ട് ജാതി പറഞ്ഞുകൊണ്ട്
അപ്പൊ ചില സപ്പോർട്ട് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് മൂഞ്ചിട്ടുണ്ട് എന്തായാലും. കാരണം നിന്റെ അടുത്ത് ആരാ പറഞ്ഞു തന്നെ ഈ ജാതി കാർഡ് ഇറക്കി കഴിഞ്ഞാൽ നീയൊക്കെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി നിന്നെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴേക്കും നിനക്കൊക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? നിന്റെയൊക്കെ സംസാരം കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവർ ദിയയും ഫാമിലിയും തെളിവ് സഹിതം സാധനങ്ങളെല്ലാം പുറത്തിറക്കി. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിന്റെ കൂടായ്പ ഇപ്പൊ കംപ്ലീറ്റ്ലി തീർന്നില്ലേ? എന്തായാലും 3 എണ്ണം കൊള്ളാം എന്തായാലും. ഇനി ദിയ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദിയയുടെ പിതാവ് കൃഷ്ണകുമാർ ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഞാൻ പറയട്ടെ, ഇപ്പോൾ എൻ്റെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നാണ് ഇതേപോലെ ഒരു പണം തട്ടിക്കൊണ്ട് പോയെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വിളിച്ച് നല്ല തെറി വിളിക്കും. ഉറപ്പായിട്ടും ഞാൻ വിളിക്കും. അതിനകത്ത് ഒരു ദയാദാക്ഷിണ്യം ഞാൻ കാണിക്കില്ല, അതിനകത്ത് ഒരു തെറ്റ് ശരിയും ഞാൻ നോക്കില്ല. ഉറപ്പായിട്ടും ഞാൻ വിളിക്കും, 100% വിളിക്കും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനമാണെങ്കിലും ഞാനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ സ്ഥാപനമാണെങ്കിലും ഞാനൊരു ദയാദാക്ഷിണ്യം കാണിക്കില്ല, വിളിച്ച് നല്ല രീതിയിൽ ചീത്ത വിളിക്കും. ഇനി കൃഷ്ണകുമാർ എന്തെങ്കിലും അയാൾ സംസാരിച്ചത് വളരെ മാന്യമായിട്ടാണ്. ആ മാന്യത ഏറ്റവും പീക്കാണ്. അതിനപ്പുറത്തേക്ക് മാന്യമായിട്ട് ഒരാൾക്ക് സംസാരിക്കാനൊന്നും എന്തായാലും പറ്റില്ല. എനിവേ അതുപോലും ഇവൾമാർ 3 എണ്ണം കൂടെ വന്ന് വളച്ചൊടിച്ച് ഇവൾമാർ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വിഷയത്തിൽ ദിയ പറയുന്നൊന്ന് കേൾക്കാം. മോശമായി സംസാരിക്കുന്നു എന്ന് അവർ ആരോപിച്ച വോയിസ് നോട്ട് അവർ തന്നെ കേൾപ്പിച്ചായിരുന്നു. അത് കേട്ടതിൽ വെച്ചിപ്പോൾ ഞാനൊരു ഇതിനകത്ത് കഥയിലുള്ള ഒരാളല്ല, പുറത്തുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനോട് ആരെങ്കിലും ഇതുപോലെ പെരുമാറി അവരുടെ അച്ഛനായാലും ഇതുപോലെ വിളിച്ച് സംസാരിക്കത്തുള്ളൂ. അല്ലാതെ പ്രഗ്നന്റ് ആയിട്ടുള്ള എന്നെ രാത്രി വിളിച്ചിട്ട് അവർ പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ പേപ്പറിൽ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പം ഞാനത് എൻ്റെ അച്ഛൻ പിന്നെ അവരെ വിളിച്ച് എന്ത് പറയണം? സാർ അങ്ങനെയൊന്നും പറയരുത് എന്ന് ഒരു അച്ഛനും പറയില്ലല്ലോ. അത്രേ എൻ്റെ അച്ഛനും ചെയ്തുള്ളൂ. എൻ്റെ അച്ഛൻ മോശമായി ഒരു വാക്ക് പോലും അകത്ത് ഉപയോഗിച്ചിട്ടില്ലല്ലോ. നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ. അത്രേ ഉള്ളൂ. അവർക്ക് അതിനപ്പുറമുള്ളൊരു തെളിവ് അവരുടെ ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാലും എന്നെ വിളിച്ചു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്ന് പറയും. ശരി, എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ. അവർക്ക് അത്രേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടെ വന്നതും പിന്നെ ഇത്രയും നാൾ അവർ വർക്ക് ചെയ്തതും എനിക്ക് 3 പേരെ അറിയാം. അവർ അന്ന് ഇവിടെ വന്നതും ഈ 3 വ്യക്തികളെ അല്ല. ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്ര ടിപ് ടോപ്പ് ആയിട്ട് സ്മാർട്ടായിട്ട് ആരോ പറഞ്ഞു കൊടുത്തതുപോലെ വ്യക്തമായി നിന്ന് അവർ അച്ചടിച്ച പോലെയാണ് പറയുന്നത്. അന്ന് ഇവിടെ നിന്ന് 3 പേരും ഇവർ നമ്മൾ കെട്ടിയിട്ട് ഇടിച്ചു എന്ന് പറയുന്നു. എൻ്റെ കാലിൽ വീണ് അവർ ഈ തെറ്റൊന്നും നമ്മളൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കാല് വീഴാൻ വന്നപ്പോൾ പോലും ഞാൻ അവരോട് പറഞ്ഞത്, കാല് വീഴരുത്, എന്നെ തുടരുത്, നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം പോലും ഇനി വേണ്ട. അപ്പോൾ അവരെൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല. അവർ കാല് പിടിച്ച് പറയാൻ വന്നപ്പോലും ഞാൻ പറഞ്ഞ എനിക്കിത് വിടണം എന്നേ ഉള്ളൂ, പ്ലീസ്. ഞാൻ അങ്ങോട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്കിത് വിടണം എന്നേ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യും, കേസിന് പോണ്ട, ഇങ്ങനെ തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ ഇതിപ്പോൾ അവർ കൗണ്ടർ കേസ് വിത്തൗട്ട് പ്രൂഫ് പോയിട്ട് അതാണല്ലോ ആദ്യം ന്യൂസിൽ വന്നിരിക്കുന്നത്. നമ്മളാണ് ആദ്യം കേസ് കൊടുത്തത്. ഇന്നത്തെ നമുക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. അവൾമാർക്ക് കാശ് കൊടുക്കാൻ വയ്യ. അപ്പോൾ അവൾമാർ ഏതോ ഒരു വക്കീലിനെ പോയി കണ്ടു. വക്കീൽ മാത്രമല്ല കേട്ടോ, ഇവൾമാരെ സഹായിക്കാനായിട്ട് വേറെ ആരോ കൂടെ എന്തായാലും ഉണ്ട്. ഈ ഉടായ്പകളെല്ലാം അറിയാവുന്ന ഒന്നിൽ കൂടുതൽ ആൾക്കാർ എന്തായാലും ഇവൾമാരുടെ പുറകിലുണ്ട്. അപ്പോൾ ഈ ദിയയും ഫാമിലിയും ആ ഒരു വീഡിയോ ഒന്ന് എടുത്ത് വെച്ചില്ലായിരുന്നെങ്കിൽ, അത് തക്ക സമയത്ത് പുറത്ത് വിട്ടില്ലായിരുന്നെങ്കിൽ കുറേ ആൾക്കാർ ഇവർക്ക് എഗെയിൻസ്റ്റ് ആവും. സ്വാഭാവികമാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവർ ഇതിനു മുന്നേ സംസാരിച്ച് വെച്ച പല കാര്യങ്ങളും അവർക്കൊരു ഹെയ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഹെയ്റ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എങ്കിൽ തന്നെയും അവരുടെ പല പ്രസ്താവനകളൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനും ദിയക്കെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എതിരെ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ പല പ്രസ്താവനകളും നമുക്ക് ഡൈജസ്റ്റ് ആവില്ല, അല്ലെങ്കിൽ അത് ശരിയല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് ഈ വിഷയത്തിനകത്ത് അങ്ങനെയല്ല. വിത്ത് പ്രൂഫ് ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന 3 എണ്ണത്തിൻ്റെ കയ്യിൽ ഒരു തെളിവില്ല. തെളിവില്ല എന്ന് മാത്രമല്ല, അവൾമാർ ഓൾറെഡി എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് പണം അടിച്ചു മാറ്റിൻ്റെ കണക്ക് വരെ പറഞ്ഞിട്ടാണ് ഇപ്പുറത്ത് പോയിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വക്കീൽ പഠിപ്പിച്ചു വിട്ട കാര്യങ്ങൾ വന്ന് ഛർദ്ദിച്ചതിനപ്പുറത്തേക്ക് ആരോ കൂടെ ഇവൾമാരുടെ പിന്നിലുണ്ട്. അതുകൂടെ ഒന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇനി കൃഷ്ണകുമാർ ഈ വിഷയത്തിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ കേൾക്കാം. ഈ സംഭവം നടന്നതിന് ശേഷം ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, രാത്രി ഞങ്ങൾ കുടുംബം മൊത്തമായിട്ട് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വഴി മൂത്ത മോളും ഇഷാനിയും ഹൻസികയായിട്ട് കാറിൽ വരുന്നു. ഒരാൾ മരുതൻകുഴി പാലത്തിന് തൊട്ട് മുമ്പ് ലൈറ്റ് അടിക്കുന്നു, കൈ കാണിക്കുന്നു. ഇവരെന്താണെന്നറിയാതെ ഈ വണ്ടി കൊണ്ട് നിർത്തുന്നു. തടഞ്ഞു നിർത്തി തെറി വിളിക്കുന്ന വീഡിയോ വരെ ഇതെടുത്തു വെച്ചു. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്നറിയില്ല. പിള്ളേർ പേടിച്ചു പോവുക. ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ തരാം. ആളായിരുന്നു പോലും അറിയില്ല. പിള്ളേർ പേടിച്ചിട്ട് നമ്പർ എടുക്കാൻ പറ്റില്ല. ഇയാൾ പറയുന്നില്ല. അപ്പോൾ വീഡിയോ എടുത്തു തുടങ്ങി പറയുന്നത് ഞാൻ കൃഷ്ണകുമാറിൻ്റെ ഫ്രണ്ടാണ്, നീ സൂക്ഷിച്ചു പോക്കണം എന്തൊക്കെയോ പറയുന്നു. ഇവർ പേടിച്ചു പോകാതെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അടിക്കാൻ വന്നതാണ്. ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്തരം കുറേ സംഭവം എൻ്റെ കൂടെ നടക്കും. ഇതുവരെ ഈ സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയാനാണെങ്കിൽ കുറേ ഇതിന് വീഡിയോ എവിഡൻസ് വരെ ഞാൻ തരാം. ഇയാൾ ആരെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവരുമായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലയോ? നമ്മൾ സ്വാഭാവികം വിചാരിക്കുന്നത് ഈ കുട്ടികൾ എങ്ങനെ രാത്രി കിടന്നുറങ്ങും? നിങ്ങളത് ആലോചിക്കുക. വീട്ടിൻ്റെ വെളിയിൽ ഒരു ശബ്ദം കേട്ടാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരും. ഈ തന്റെ തലയൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും.
നിങ്ങൾ ആലോചിക്കണം, ഈ തന്തയും തള്ളയും ആരടുത്ത് നമ്മൾ ചെന്ന് നമ്മുടെ പരാതി പറയും, വേദന പറയും? ഇല്ല, അയാൾ പറയുന്ന കാര്യത്തിനകത്ത് വലിയൊരു പോയിന്റ് ഉണ്ട്. കാരണം ഈ 3 നമ്മളിപ്പോൾ കണ്ട 3 അവര് ഏതറ്റം വരെയും പോകുന്ന ആൾക്കാരാണ്. എന്ത് കള്ളത്തരവും പറയാൻ മടിയില്ലാത്ത ആൾക്കാരാണ്. അവന്മാർ നാളെ ഇനി വേറൊരു ഇനി ഏക്കൂല. അതുകൊണ്ടാണ്, കാരണം ഓൾറെഡി അവർ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ ഒരു പുതിയ കള്ളക്കഥ കേൾക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ എങ്കിൽ തന്നെ അവന്മാർ ഇനിയും വരും, എന്തെങ്കിലും ഉടായ്പായിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ വിഷയത്തെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾമാർ ഒരു പുതിയ കള്ളക്കഥ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് സംശയമൊന്നും വേണ്ട. പക്ഷെ ഇവിടെ കൃഷ്ണകുമാറിന്റെ ഫാമിലിക്കും ഇപ്പോൾ അവർ 4 പെൺമക്കളാണ്. അയാൾ പറഞ്ഞ ആ പോയിന്റ് വളരെ കറക്റ്റാണ്. കാരണം 4 പെൺമക്കളായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിനിടയിൽ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ തെറ്റ് ചെയ്യാത്തൊരു കേസിൽ കുറേ ആൾക്കാർ അവരെ കുറ്റം പറയുകയും അവരെ ഇതേപോലെ എന്താ പറയണ്ടേ, പുറത്തിറങ്ങുമ്പോൾ പോലും ഒരു അധിക്ഷേപ വാക്കുമായിട്ട് അല്ലെങ്കിൽ പല പ്രവർത്തികളായിട്ട് വരുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു നല്ല എത്രയും പെട്ടെന്ന് തീർപ്പുണ്ടാകണമെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച ആൾക്കാർ അവൾമാർക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ദിയ കൃഷ്ണ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി സത്യം പുറത്തു വന്ന് കഴിഞ്ഞു. ഇനി ഒരു സത്യമൊന്നുമില്ല ഈ വിഷയത്തിനകത്ത്. സത്യത്തിന്റെ അപ്പുറത്തേക്ക് ഇനി അവൾമാരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ. ഇനി ആ 3 പുതിയ ഉടായ്പായിട്ട് വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ആ കാശ് തിരിച്ച് ഇവർക്ക് കൊടുക്കുക, അവൾമാർ 3 പേര് നല്ല രീതിയിൽ 3G ആകുക എന്നുള്ളതാണ് അടുത്ത നടക്കേണ്ട ഒരു കാര്യം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.